ഇനിയുള്ളിനുള്ളിൽ നീലരാവിലായി നറുവെള്ളിത്തിങ്കൾ നാളമായിടാ മഴ തുള്ളിച്ചാടും പൂങ്കിനാവിലേ ഒരു പുള്ളിക്കുയിലിൻ നീണമായിടാ അടുത്തൊരു മായാ ചിരി തൂകി തൊടുത്തൊരു പൂവില്ലേ അടുത്തൊരു മായാ ചിരി തൂകി തൊടുത്തൊരു പൂവില്ലേ പോയൊരു നാടുകളായിരം നോവുകൾ നീന്തിയ മാനസമാകെയുമെന്നൊരു മാമയിലാടണ പൂവനിയാക്കിയതാരുടെ പാട്ടിലെ മോഹന സാന്ത്വനമേ ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം ഒരു തൂവൽ തെന്നലുമെല്ലെ മനമാകെ വന്നൊടിയുമ്പോൾ അറിയാതെ കണ്ണുകളെന്തേ തേടി പെൺമണിയാളെ ചിന്തയിൽ വാഴാൻ സന്തോഷത്തെ ഞങ്ങൾക്കെന്നും ദാനം ചെയ്യുകേ സന്തോഷത്തെ ഞങ്ങൾക്കെന്നും ദാനം ചെയ്യുകേ പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്ക് സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും അറിയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു പേടി രൂക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമസ്കാരവും ശുശ്രൂഷയും ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി രാജാവേ നിനക്ക് സ്തുതി പാർക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത് പിന്നോട്ട് നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്ന് ആരായ്ക്കും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കുറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം വാഴ്ത്തപ്പെട്ടവനാകുന്നു. സമയത്തിലപേക്ഷിച്ചോളണമേ. ആമീൻ. ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമായിരിക്കുന്ന യേശു മിശിഹ നിന്റെ തിരുസന്നിധി ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നിന്റെ മകളുടെ വിവാഹത്തിനായിട്ട് ഞങ്ങൾ ഒരുക്കി പുറപ്പെടുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവേ അവിടെ നല്ല ചെയ്തിരിക്കുന്നു. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല എന്ന്. ആകയാൽ കാരുണ്യവാനായിരിക്കുന്ന ദൈവമേ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് സങ്കേതപ്പെട്ടുകൊണ്ട് ഈ മകളുടെ വിവാഹത്തിനായിട്ട് ഞങ്ങൾ ഒരുക്കി പുറപ്പെടുന്നതായിരിക്കുന്ന അവസരത്തിൽ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിൽ അയച്ചു കൊടുക്കുകയും ചെയ്യുവാറാകണമേ. വിവാഹ ഉദാശയെ സംബന്ധിക്കാൻ വരുന്ന ഓരോരുത്തർക്കും ആവശ്യമായ എല്ലാ നൽവരങ്ങളെയും നൽകുകയും ചെയ്യുവാറാകണമേ. ദൈവമാർത്താവി കുടുംബജീവിതം അവിടുന്ന് കൽപ്പിച്ച് ഒരുക്കി തന്നിട്ടുണ്ടാവുമല്ലോ. ആകയാൽ ആ വിശുദ്ധ കർമ്മത്തിലേക്ക് പ്രവേശിപ്പാൻ ഒരുക്കത്തോടുകൂടെ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. ഒരു കുടുംബം ഒരു ഉത്തമ കുടുംബമായി തീരത്തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നിന്റെ മകനും നിന്റെ മകൾക്കും അയച്ചു കൊടുക്കുകയും ചെയ്യുവാറായിരുന്നു പ്രാർത്ഥിക്കുന്നു.
ഈ ഭർത്താവ് ഈ വിവാഹത്തിൽ കൂടെ പരസ്പരം എന്തിരാകുന്ന രണ്ട് കുടുംബങ്ങളെയും ഞങ്ങൾ തിരുസന്നിധിയിൽ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കൂടുതൽ സ്നേഹബന്ധത്തിലായി തീർന്നുകൊണ്ട് തിരുനാമ മഹത്വത്തിനായി ജീവിപ്പാനായിട്ട് അവിടെ സംഗതിയാക്കി ചെയ്യുമാറാകണമേ. കാരുണ്യവാനായിരിക്കുന്ന ദൈവമേ, വിവാഹ ശുശ്രൂഷയും അതിനോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ ചടങ്ങുകളും ഏറ്റവും അനുഗ്രഹപ്രദമായ തീരാനായിട്ട് സംഗതിയാക്കി ചെയ്യുമാറാകണമേ. മാനുഷികമായിരിക്കുന്ന ബലഹീനതകളും കുറവുകളൊക്കെ അവിടെ നീക്കി പരിഹരിച്ച് നിർവഹിച്ചുമാറാകണമേ. കാനാവിലെ കല്യാണത്തിൽ അവിടെ നിന്നുകൊള്ളുകയും അവർക്കുണ്ടായിരിക്കുന്ന കുറവുകളൊക്കെയും പരിഹരിച്ചതുപോലെ മാനുഷികമായി ഉണ്ടാകാമായിരിക്കുന്ന എല്ലാ കുറവുകളെയും പരിഹരിച്ച് ഏറ്റവും മഹത്തരമായിരിക്കുന്ന രീതിയിൽ തിരുനാമ മഹത്വത്തിന് ഉതകത്തക്ക രീതിയിൽ ആയിത്തീരുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങൾ ഓരോരുത്തരെയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്നതിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രനമ്പുരാൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ രൂപയുടെ സംബന്ധവും ആവാസവും നാം ഓരോരുത്തരുടെ മേലും പ്രത്യേകാലിൽ നിന്ന് നടക്കപ്പെടുന്ന വിവാഹ ശുശ്രൂഷയുടെ മേലും വധുവിൻ്റെ മേലും വരൻ്റെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ഈ സന്ധ്യാനേരത്ത് കർത്താവേ, ഇവിടെ എളിയ മക്കൾ സന്നിഹിതരായിരിക്കുന്ന കർത്താവേ,
അവിടുത്തെ ഹിതപ്രകാരം ഞങ്ങൾ കർത്താവെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം എന്ന കുദാശയിലേക്ക് ചുവടുകൾ ഞങ്ങൾ മുൻപോട്ട് നീക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സാന്നിധ്യവും ഞങ്ങളുടെ മധ്യസ്ഥനുമായ നല്ല പിതാവേ, പ്രിയ കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുകയും കർത്താവെ എല്ലാ കർമ്മങ്ങളും അവിടുത്തെ സാന്നിധ്യത്തിൽ അവിടുത്തെ ഹിതപ്രകാരം സ്വർഗത്തിൻ്റെ എല്ലാ നല്ല ആശിസ്സുകളോടും കൂടി കർത്താവെ സഹായിച്ച് നിറവേറ്റി തൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന എളിമയോട് ബലഹീനരായ ഞങ്ങൾ കർത്താവെ യാചിക്കുന്നു. എടെയും ബലഹീനനുമായ എൻ്റെ പ്രാർത്ഥന എൻ്റെ കർത്താവ് കേൾക്കുമാറാകണമേ. ആമേൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കാ നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. വിശ്വാസികളായി കടന്നു വരുന്ന ഏവരോടും സ്നേഹമായ നന്ദി അറിയിക്കുന്നു. നമുക്ക് വിവാഹ ശുശ്രൂഷ ആരംഭിക്കാം. Oh
നൽകുക
സ്തോത്രവും പ്രഭയും പുകഴ്ചയും ഒരിക്കലും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത എല്ലാവിധ കലങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവനെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ വിശാചുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളൻ സ്തുതി. തന്റെ സഭയുടെ വിവാഹത്തിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും ശ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസന്റെ മോതിരപാടിന്റെ ഈ സമയത്തും സകല വിരനാളുകളും നേരങ്ങളും നാഴികയിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന അവയ്ക്കതീതനായി തീരുവാനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മൂലവും അനാദിന്യമായ നിലയിൽ എല്ലാവിധ കഷ്ടതകളും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവനും നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്തയോടെ അംഗീകരിക്കുകയും ചെയ്ത നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസനം കൊണ്ട് ദയവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുവാൻ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ട് ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധമാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിനെ നൽകിയ നൽവരതാൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ ശ്ലീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരിക്കുന്ന ഇതിനാൽ വിശുദ്ധമാക്കി തീർക്കുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനസമ്പൂർണ്ണരും നിരവുള്ളവരുമായി തീരുവാനിടയാകണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകലമാലിന്യങ്ങളിൽ നിന്നും ഉള്ളേച്ചതുകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈരന്മാരെയും മാലാഖമാരെയും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ
ആ സ്വർഗീയ മണവരയിലേക്ക് കരുണയോടെ ഇവരെ അണിയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകെ സന്നിധനായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും ലേചതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വാതന്ത്ര്യരാക്കി കൊള്ളണമേ. ഇവർ നീ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്ന് ഇടവിടാതെ നിന്റെ പിതാവിനെ പരിശുദ്ധരുമായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വാബുക്ക് Krishna
കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ ഈ വലങ്കി ആഷ്കാലങ്ങളും നിന്നോടുകൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഭർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലതുകയും അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്നേഹന്മാർ എന്ന പോലെ ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായും നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹാമൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകുകയും പരിപാലനയാൽ ഇവരെ അലങ്കരിക്കുകയും ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റീബാക്കയുടെയും വിവാഹം നിശ്ചയത്തിൽ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണതാക്കട്ടെ. മണവാളനെ രക്ഷാദാനം മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെളുപ്പിന്റെ ഉത്തരവുകൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് പകരുവാനും ദൈവമായ കർത്താവ് സന്നിധിയാക്കട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നിന്ന് നീക്കി കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശോഷാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാലനയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സന്നിധിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലികളായ ദുഷ്ടമനുഷ്യരുടെ കൈകൊടുക്കുന്ന ദൈവം ഇവരെ സംരക്ഷിച്ചു കൊടുക്കട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളിൽ കൊണ്ട് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, തന്റെ മഹിമയുടെ മുമ്പാകെ നൽകുന്ന ബലഹീനരും പാപികളുമായ ദാസരാജങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സത്പ്രവൃത്തികളാകുന്ന സമ്പാദ്യമെന്ന് വർദ്ധിപ്പിക്കണമേ. ഇനിയുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്നേഹിക്കുവാനും ഇവർക്കും മക്കൾക്കും തന്നെ അവകാശമായി നൽകണമേ. ഈ വിരുന്നിനായി ഒരുക്കി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീമായ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ എല്ലാവരുടെ മേലും നിന്റെ നിർവഹിക്കുകയും ചെയ്യണമേ. ും
എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാവട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്രീമാരാവ് പോലും നിങ്ങളോടുകൂടെ സ്ഥിരീകരിച്ച ദുഷ്ടനെന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാക്കുകയും ചെയ്യുമാറാട്ടെ. എല്ലാവർക്കും ഇരിക്കാം. ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോഴൊരു വാക്ക് ദൈവദിനം കുഞ്ഞുങ്ങളോട് അറിയിക്കുക. അതോടൊപ്പം ഈ വിവാഹ കൂടാശയ്ക്കായി ഈ സന്തോഷത്തിൽ ധ്യാനിക്കുന്ന അനുഭവത്തിൽ നമ്മുടെ വിവാഹം കൊണ്ടുവരപ്പെട്ടിരിക്കുന്ന ഈ വധുവരന്മാർക്ക് ദൈവികമായിരിക്കുന്ന കൃപകളും അനുഗ്രഹങ്ങളും സ്വർഗങ്ങളിൽ നിന്ന് ദൈവത്തിൽ നിന്ന് നാം ഓരോരുത്തരും ചോദിച്ച് വാങ്ങി യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മക്കളെ നൽകിക്കൊണ്ട് ഇവരെ ഒരു പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഉത്തമമായിരിക്കുന്ന കുടുംബജീവിതം നയിക്കത്തക്കവണ്ണം അവരെ യോഗ്യരാക്കുന്നത് കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ മാത്രമാകുന്നു. കർത്താവിൻ്റെ ദൈവികമായിരിക്കുന്ന ദാനങ്ങൾ മധ്യസ്ഥരായിരിക്കുന്ന പട്ടക്കാരനിൽ കൂടെ അവരിലേക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഈ വിവാഹത്തിൻ്റെ യഥാർത്ഥ കാർമ്മികൻ ദൈവമായിരിക്കുന്ന കർത്താവ് തന്നെയാണ്. ഞങ്ങളൊരു മീഡിയേറ്റേഴ്സ് ആയിട്ട് ഇവിടെ നിന്നുകൊണ്ട് ആ ദൈവിക ദാനങ്ങൾ നിങ്ങളോടൊപ്പം ഞങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മക്കളെ ഒരു കുടുംബത്തിൻ്റെ നായകനുമായിട്ട് ആക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇവരിലും അനുസരിച്ച് കൊടുക്കാനായിട്ടുള്ള മൂന്നെന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുപോലെ വിവാഹത്തിൻ്റെതായിരിക്കുന്ന രണ്ട് ഭാഗങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ രണ്ടാമത് നടക്കുന്നതായിരിക്കുന്ന വിവാഹം ഉദാശിന്റെ ഭാഗത്ത് പ്രധാനപ്പെട്ടതായിരിക്കുന്ന കർമ്മങ്ങളൊക്കെയും നിർവഹിക്കുകയുമാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ പുരാതനമായിട്ട് നടക്കുന്നതായിരിക്കുന്ന ആ ഒരു ചടങ്ങ് താലികൾക്ക് അതിന് പിന്നിലെന്ന് പറയുന്നത് ക്രിസ്തീയ സഭയും പുരാതനമായിരിക്കുന്ന സഭയും അത് അനുവർത്തിച്ചുകൊണ്ട് അനുകരിച്ചുകൊണ്ട് തന്നെ പോയിരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും അറിയാം ആ താലിയുടേതായിരിക്കുന്ന ഷെയ്പ്പ് എന്ന് പറയുന്നത് എന്താണ്? താലിയുടെ ഷെയ്പ്പ് ഹാർട്ടിൻ്റെ ഷെയ്പ്പ്. പുരാതനമായിരിക്കുന്ന ഈ ഇന്ത്യയിലെ നടക്കുന്നത് എന്നാൽ ക്രിസ്തീയമായിരിക്കുന്ന രീതി നമ്മുടേതായിരിക്കുന്ന രീതി നോക്കുമ്പോൾ ആ ഹാർട്ടിൻ്റെതായിരിക്കുന്ന ഒരു വശത്ത് വളരെ മനോഹരമായിരിക്കുന്ന മുത്തുകളാൽ ഓർത്തിട്ടൊക്കെ ഇട്ടുള്ളതായിരിക്കുന്ന ഒരു കുരിശുണ്ട്. ആ ഒരു കുരിശാണ് നിങ്ങളെ അണിയിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കുരിശിൽ ജെറിൽ അപ്പോൾ മധുവിനെ അല്ലെങ്കിൽ അൻസുവിനെ കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. കുരിശ് കൊണ്ട് ബന്ധിക്കുകയാണ്. ജെറിൽ ഒരു കുരിശായി തീർന്നിരിക്കുകയാണ് അൻസുവിന്. അത് നെഗറ്റീവ് മീനിങ് അല്ലെങ്കിൽ പോസിറ്റീവ് മീനിങ്ങാണ് വരുന്നത്. എന്തുകൊണ്ടെന്നാൽ കുരിശെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ക്ഷമയും ദൈവത്തിൻ്റെ ത്യാഗവും ദൈവത്തിൻ്റെ വിനയവും കുറിക്കുന്ന കാര്യമാണ്. ഈ പര്യായങ്ങളാണ് ഈ കുരിശിലുള്ളത്. അപ്പോൾ ജെറിൽ അൻസുവിനെ ഈ കുരിശാൽ ബന്ധിക്കുന്നതായിരിക്കുന്ന അവസരത്തിൽ അൻസുവിന് ജെറിലിനോട് ഉണ്ടായിരിക്കേണ്ടതായ കടമ എന്ന് പറയുന്നത് ഈ വിനയവും ഈ ത്യാഗവും സ്നേഹവും ഒക്കെയുമാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഈ ലോകത്തിലേക്ക് മണവാളനും മണവാട്ടിയുമായിട്ട് അല്ലെങ്കിൽ ഗൃഹനാഥനും ഗൃഹനായകനുമായിട്ട് രാജ്ഞിയും രാജാവുമായിട്ട് അവരോധിക്കുന്നതായിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ കിരീടം വാഴ്ത്തുന്നതായിരിക്കുന്ന ശുശ്രൂഷയും അത് മാല വാഴ്ത്തി കൊടുക്കുന്നതിൽ മാലയും അത് കുരിശ് തന്നെയാണ്. അപ്പോൾ ഈ കുരിശിൻ്റെതായിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഒരു കുടുംബജീവിതം എപ്പോഴും സന്തുഷ്ടമായി തീരണമെന്നുണ്ടെങ്കിൽ ഈ കുരിശിൻ്റെതായിരിക്കുന്ന പര്യായങ്ങൾ അവരവരുടേതായിരിക്കുന്ന ഹൃദയത്തിൽ അവരവരുടേതായിരിക്കുന്ന ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയെങ്കിൽ മാത്രമേ ആ
ആ ബന്ധിച്ചിരുന്നതായിരിക്കുന്നതായ ആ കുരിശിൽ നിന്ന് ഉത്ഭവിക്കേണ്ടതായിരിക്കുന്ന അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ക്രിസ്തീയ ജീവിതം സന്തോഷപൂർണ്ണമാകുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുകയും ചെയ്യുക. അപ്പോൾ ദൈവികമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ കുരിശിൻ്റെതായിരിക്കുന്ന അതിൽ രണ്ടുപേരും അതേ രീതിയിൽ കുരിശിൻ്റെതായിരിക്കുന്ന മാതൃക പിന്തുടരുക. ഏറ്റവും ആദ്യമായിട്ടെടുക്കുമ്പോൾ ത്യാഗത്തിൻ്റെതായിരിക്കുന്ന അനുഭവം. രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായിരിക്കുന്ന കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് മാതാപിതാക്കന്മാരിൽ നിന്ന് ഒരുമിച്ച് ദൈവസന്നിധിയിലൂടെ കൊണ്ടുവന്ന് ദൈവം തന്നെ, ഞാൻ പറഞ്ഞതുപോലെ ദൈവം തന്നെയാണ് നിങ്ങളുടേതായിരിക്കുന്ന ഈ പരികർമ്മത്തിൻ്റെ മുഖ്യകാർമ്മികനായിട്ട് വരുന്നത്. അപ്പോൾ ആ പരിത്യാഗം ദൈവം ക്രിസ്തു ആ കുരിശിൽ കാണിച്ചതായിരിക്കുന്ന പരിത്യാഗം രണ്ടുപേരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കുരിശിൽ കണ്ടതായിരിക്കുന്ന ആ ക്ഷമയും വിനയവും അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുക. ഏറ്റവും ഉപരിയായിട്ട് എന്തെല്ലാം വന്നു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്. ജെറിൽ അശുവിനെ ഇപ്പോൾ കുരിശുകൊണ്ട് ബന്ധിക്കുന്നതായിരിക്കുന്ന അവസരത്തിൽ ക്രിസ്തുവിൻ്റെ ആയിരിക്കുന്ന സ്നേഹം നിങ്ങൾ രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട്. എന്തെല്ലാം പ്രതികൂലതകൾ വന്നു കഴിഞ്ഞാലും ഈ ക്രിസ്തീയ സ്നേഹത്തിൽ ഞങ്ങളെ വേർതിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതായിരിക്കുന്ന ഉറച്ച ഒരു പ്രതിജ്ഞയുമാണ് നിങ്ങൾ ഇപ്പോൾ എടുക്കുന്നത് എന്നുള്ളതായിരുന്നു തീരുമാനമെടുക്കുക. കർത്താവ് തന്നെയും ഈ സഭ സ്ഥാപിച്ചതിന് ശേഷം കർത്താവ് തന്നെ സ്ഥാപിച്ചതായിരിക്കുന്ന വിവാഹ കൂതാശ ഓരോരുത്തർക്കും ഇണയും തുണയുമായിരിക്കാവുന്ന വിവാഹ കൂതാശയെ സഭയെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനായിട്ട് ഉതകത്തക്ക രീതിയിൽ ദൈവം നൽകുന്ന കൃപയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങൾ എപ്പോഴും ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യങ്ങൾ ഓർക്കുകയും അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അന്യോന്യമുള്ളതായിരിക്കുന്നതായ ആ സ്നേഹത്തിനും ത്യാഗത്തിനും വിനയത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ക്രിസ്ത്യൻ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുക. ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് വേദവാക്യങ്ങളുണ്ട്. എന്നാൽ ആധുനിക ലോകത്തിന് പ്രത്യേകമായിട്ടും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവം തന്നെ മധ്യസ്ഥനായിരുന്നു ബന്ധപ്പെടുന്നതായിരിക്കുന്നതായ പല വിവാഹങ്ങളൊക്കെയും മനുഷ്യൻ വേർതിരിക്കുമ്പോൾ അത് മാനുഷിക മൂല്യങ്ങൾക്കൊക്കെയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനായിട്ട് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്നത് കൊണ്ട് അത് വേർതിരിച്ചു പോകുന്നു. ദൈവം നടത്തിയിരിക്കുന്നതായ ദൈവത്തിന്റെ സ്നേഹത്തിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു പ്രത്യേകമായ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഓർത്തിരിക്കുകയും അന്യോന്യം സ്നേഹിച്ചുകൊണ്ടും ത്യാഗം സഹിച്ചുകൊണ്ടും വിനയം കൊണ്ടും ഇതൊക്കെ നിങ്ങളുടെ കുടുംബജീവിതത്തെ പരിപുഷ്ടിപ്പെടുത്തണം എന്ന കാര്യം പ്രത്യേകമാക്കുക. ഇതിന് ഏറ്റവും പ്രാധാന്യമായിട്ടിരിക്കുന്നത് ഒരു ക്രിസ്ത്യമായിരിക്കുന്ന ജീവിതം തുടങ്ങുമ്പോൾ അതിൻ്റെ ജീവിതത്തിന് തുടക്കത്തിലും അവസാനം വരികയും ദൈവ സാന്നിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണം എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ പട്ടക്കാരായിരിക്കുന്ന ഞങ്ങളൊക്കെ ചെയ്യും ഇതിന് സാക്ഷികളായി കാണാനായിട്ടും കേൾക്കുവാനായിട്ടും ഒക്കെയും സംഗതിയാകണം. അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമീകരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് തരുവാനായിട്ടുള്ളതായിരിക്കുന്നതുപോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുരിശിൻ്റെതായിട്ടുള്ള മാതൃക നീ കുരിശാണോ ചോദിക്കുകയല്ല, കുരിശിൻ്റെതായിട്ടുള്ള അർത്ഥം എന്നാണ് മനസ്സിലാക്കിക്കൊണ്ട് അത് അനുദിന ജീവിതത്തിൽ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നതായിരിക്കുന്ന അവസരത്തിൽ എപ്പോഴും സന്തോഷമുള്ളതായിരിക്കുന്ന ജീവിതം നയിക്കുവാൻ സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ലാതായിരിക്കുന്ന കാര്യമാണ്. അത് തന്നെയാണല്ലോ കർത്താവ് തന്നെയും തന്നെ കുരിശിൽ കാണിച്ചത്. എതിരാളികൾ മറ്റ് ആൾക്കാരൊക്കെയും അത് കഴിക്കുമ്പോഴും ആ കുരിശിൽ കാണിച്ചതായിരിക്കുന്ന വിനയവും ആ സ്നേഹവും ദൈവത്തിനെ മഹത്വത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണമുള്ളതായിരിക്കുന്നതായ മഹത്വത്തിന്റെ അനുഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ആ ഒരു അനുഭവവും ഈ ലോകത്തിൽ ജീവിക്കുന്നതായിരിക്കുന്ന അവസാനം വരെയും ദൈവം തമ്പുരാനുള്ള കൃപകൾക്കും കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഒക്കെ അനുസരിച്ച് ജീവിച്ച് നല്ല മറ്റുള്ളവർക്കൊരു മാതൃകയുള്ളതായിരിക്കുന്ന കുടുംബമായി ഐശ്വര്യം കൊണ്ടും സമ്പാദ്യം കൊണ്ടുമുള്ളതായിരിക്കുന്നതായ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചിട്ട് നല്ലൊരു ജീവിതം നയിക്കുവാൻ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും
ഉണ്ടായ എല്ലാ ഉദാശയുടെ മറ്റു ഭാഗങ്ങളിലും കൂടുതൽ കൂടുതൽ ദൈവികമായിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ മേലുള്ള സ്വർഗത്തിൽ നിന്ന് ദൈവം നമ്പുരാൻ നിങ്ങൾ അയച്ചിരുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനങ്ങളെ ചുരുക്കുകയാണ്. ദൈവം നമ്പുരാൻ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ചൊല്ലിന് നിങ്ങളെ മാതൃകാ കുടുംബമാക്കി കൊണ്ടുപോകാൻ ദൈവം നമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ പരിശുദ്ധമായിരിക്കും ചെയ്യുവാകണമേ. ഓ Hallelujah,
ഇപ്പോഴുള്ളവരും എന്നേക്കും നിൽക്കുന്നതുമായ സ്വയവും മാനവമാർ തന്റെ സിംഹാസനത്തിൽ ചുറ്റുന്നുകൊണ്ട് തനിക്ക് ആരാധന കളിക്കുന്ന ആരാധ്യത്തെ വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ നേതോടി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തി തന്നെ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതി സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താത്വികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാധനയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾ കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടു ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തന്നെ വലുപ്പത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നതുമായ കർത്താവിനെ സ്തുതി. അവിടുത്തെ ദാസരുടെ കീഴുകൾ ആശീർവദിക്കുന്ന ഈ സമയത്തും സർവ്വനാളുകളും നേരങ്ങളിലും കാലങ്ങളിലും അടിയാരായി സൗഖ്യക്കുന്ന ദിവസങ്ങളിലൊക്കെ സ്തുതിയും ബഹുമാനവും ആരാധനയ്ക്കുമാകുന്നു. സ്വർഗീയ സേനകളും ഭയന്നുറച്ചുകൊണ്ട് മൗത്തപ്പെടുത്തുകയും മഹോന്നതങ്ങൾ മാടുകൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിലും പരിഭ്രമിച്ച് ചങ്ങലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണികമായ കൃപാപ്രവാഹത്താലും നിസ്സീമമായ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങൾ നീ സന്തോഷിക്കുകയും ഇളയവരും അൺവരുമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ തിളക്കമുള്ളവനാകുന്നു. ശിക്ഷാന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസനെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ മേലും ദൈവന്റെ കാലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കണം. ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ നിന്റെ ന്യായപ്രമാണമാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് നൽകണമേ. ആത്മീയ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ഏർപ്പെട്ട് ലാഭം ഉണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവരായ സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഞങ്ങളെ ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ച് കൊള്ളണമേ. ഞങ്ങളെ ഇവരെ നിന്റെ ആത്മീയത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരും ആക്കി തീർക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങളും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവരും ആകുമല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും ജയിക്കുന്നു. പരിഹാരവും
ഈ കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെ മാതാവിനെ വിട്ട് തന്റെ ഭാര്യയോട് ചേരും, അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചും ആകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്നപോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സുഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ, എന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സായുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ നാം Thank you.
ശത്രുവിന്റെ സർവശക്തിക്കും എതിരായി അജഞ്ചയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ും
പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിട ഇടയാവുകയും ചെയ്യട്ടെ. മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മനുഷ്യ യഥാർത്ഥമായ ഒരു മണവാളത്താൽ നിങ്ങളുടെ മണവാളത്തിന് മുദ്രയിടട്ടെ. മനുഷ്യ തന്റെ സഭയിൽ എന്നതുപോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുടെ വലത്തുകയും വന്ന് നിങ്ങളെ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാക്കുകയും ചെയ്യും. സമാധാനവും നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽപ്പുരസായ മധ്യയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്നും ദൈവം നിങ്ങളെ കാക്കുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ പിടികളാക്കുകയും ചെയ്യും. അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ചപ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു കഴിയും ഭൂമിയിൽ നിറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. ആകാശത്ത് നിന്ന് പരിമഞ്ഞും ഭൂമിയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന സകല സർവ്വങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. എന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം അനുസരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പടക്കാലത്തെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും ആവശ്യിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ശാസ്ത്രങ്ങളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങളും സർവ്വവിധ സൗഭാഗ്യങ്ങളും ദൈവം നിങ്ങളെ സമ്പന്നരാക്കി ആ പാപിനോട് എന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യുമാറാകട്ടെ. വലത്തുഭാഗത്തെ കള്ളനോടെന്ന പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയ പാവരിയാൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇസ്രായേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന ആഹ്വാനത്തിൽ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധനുമായിരിക്കും സ്തുതിക്കരേക്കാം. ീ
വിശ്വാസത്തെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് പൂർവ്വമായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധരാകന്മാരിൽ നിന്നും നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ദൈവമേശയുടെയും ശ്രീവാന്റെയും വെടിപ്പുരയുടെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഹൃദയവികാരങ്ങൾ അറിയുന്നതിന്റെ സന്നിധിയിലാകുന്നു. അറിയാത്തവന് മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഹരവേൽപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായ നിങ്ങളുടെ സഹനത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പത്രക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളിലായ ജനത്തിലും മണവാട്ടിയിലും അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധിയായി വസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജന്യനായ വിശുദ്ധമറിയാമയുടെയും നമ്മളെ സ്നേഹിക്കുകയും അവിടുത്തെ കബറുകളായിരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ പദ്ധതി എന്നേക്കും നിങ്ങളിൽ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. അവരുടെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലോണം ശ്രദ്ധിക്കുകയും ഭാര്യ സ്വന്തം ആളുകളെ കഴിഞ്ഞ് കർത്താവിനോട് ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ കർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദൈവത്തോട് പാലിക്കുകയും ചെയ്യണം. കർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വന്തം പ്രാണനെ പോലെ ഭാര്യ കർത്താവിനോട് വർദ്ധിക്കണം. കർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. കർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയെ ന്യായമായ പ്രകാരം കർത്താവിന്റെ പരിചരണം ഉപയോഗിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഭാര്യ കർത്താവിന്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സർവ്വ
വിവാഹോദാശ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. പാവനമായ ഈ പരിശുദ്ധമായ ഈ വിവാഹോദാശയിൽ പ്രധാന കാർമ്മികത്വം വഹിച്ചത് ബഹുമാനപ്പെട്ട KK ജോസഫ് അച്ഛൻ. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ സഹകാർമ്മികത്വം വഹിച്ച MA ജോസഫ് അച്ഛനോടും ഇടവകയുടെ വികാരി TA ഡാനിയൽ അച്ഛനോടും അതുപോലെ തന്നെ ബിനോയ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ ഇടവകയുടെ പേരിലും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. മനോഹരമായ ശബ്ദത്തിൽ ഗാനമാലപിച്ച കല്യാൺ ഇടവകയുടെ വേറംഗങ്ങളോടും നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഈ മക്കളുടെ സന്തോഷത്തിലും ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ മക്കൾക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒറ്റ വാക്കിൽ ഇരു കുടുംബങ്ങളുടെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവവചനമാണ്. അതിപ്പോഴ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അത് ഇടവയ്ക്ക് വേണ്ടി നൽകും. അനുഗ്രഹമായി
കാറ്റു വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഉരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ, എൻ മൗനങ്ങൾ തേടും സംഗീതമേ. ഈ കണ്ണുകളിൽ നീയാണു ലോകം, ഈ കാതുകളിൽ നീയാണു